ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ടോപ്പിക്കിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മളതിനകത്തിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടിവേഷനാണോ നമുക്ക് ആവശ്യം, ഡിസിപ്ലിനാണോ ആവശ്യം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പല കാര്യങ്ങളെക്കുറിച്ച് മോട്ടിവേറ്റ് ആകാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളതിനുവേണ്ടി യാത്ര തിരിക്കുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആകാറുണ്ട്. പക്ഷേ ഒട്ടുമിക്ക എല്ലാവർക്കും നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാവരിലും കാണാത്ത ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് ഡിസിപ്ലിനാണ്, നമ്മുടെ അച്ചടക്കം. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഡിസിപ്ലിൻ പലരിലും അവരുടെ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ അവർ സക്സസ്ഫുൾ ആകണം, ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ സക്സസ്ഫുൾ ആകണം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള ഗോൾസ്, ക്രിയാത്മകമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമ്മൾ നേടുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ കാണാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പക്ഷേ മോട്ടിവേറ്റഡ് ആണ് എല്ലാവരും, പെട്ടെന്ന് തന്നെ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകാം. അപ്പോൾ മോട്ടിവേഷനാണോ നമുക്ക് ആവശ്യം, ഡിസിപ്ലിനാണോ ആവശ്യം എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയൊരു ടോക്കാണിതെന്ന് പറഞ്ഞാൽ. മോട്ടിവേഷൻ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ടൂളാണ്. അല്ലെങ്കിൽ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു കണ്ടീഷനാണ് നമുക്ക്, അല്ലേ? നമ്മളെല്ലാവരും പലതിനെക്കുറിച്ച് മോട്ടിവേറ്റ് ആകാറുണ്ട്. അതിനകത്തിൽ ദർ ഈസ് നത്തിങ് റോങ്, തെറ്റൊന്നുമില്ല. നമ്മൾ മോട്ടിവേറ്റ് ആകുക എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരാലുള്ള നമുക്ക് പ്രചോദനമൊക്കെ കൂടുതൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്നായിരിക്കും നമുക്ക് പ്രചോദനം ലഭിക്കുന്നത്. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും വളരെ കുറവായിരിക്കും. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലും സെൽഫ് ഡിസിപ്ലിനും തീർച്ചയായിട്ടും ഒരു പരിധിവരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളിപ്പം ഏതെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്തും ആയിക്കോട്ടെ. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഹെൽത്തിനെ കുറിച്ച് ഇപ്പം ഒരാൾ വിചാരിക്കുകയാണ്, പുള്ളിക്ക് ഒന്ന് ഹെൽത്തി ആവണം, അപ്പോൾ അതിനുവേണ്ടി ജിമ്മിലൊക്കെ ഒന്ന് പോകണം എന്ന് തീരുമാനം എടുക്കുന്നൊരു വ്യക്തിക്ക് ഒരു വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് ഇൻസ്പയർ ആകാൻ മോട്ടിവേറ്റ് ആകാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടാം. അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഒരു ലൈഫ് സ്റ്റോറി നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ട് പറയുകയാണ് നമുക്ക് നാളെ മുതൽ ജിമ്മിൽ പോകാം, ഒരു ഫ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആകാം. പക്ഷേ ആ മോട്ടിവേഷൻ വലിയൊരു പ്രശ്നമുണ്ട്. അത് നമ്മളുടെ ഇമോഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ അത് വളരെ ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. എന്നുവെച്ചാൽ അത് പെട്ടെന്ന് ഒരു സ്പാർക്ക് പോലെ വന്നിട്ട് പെട്ടെന്ന് ഇല്ലാതാകുന്നതാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നാളെ നമ്മുടെ ഫ്രണ്ട് നമ്മളെ വിളിക്കാൻ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട് വന്നില്ലെങ്കിൽ നമ്മൾ നാളെ ജിമ്മിൽ പോകത്തില്ല. അല്ലെങ്കിൽ നാളെ മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകത്തില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ജിമ്മിൽ പോകത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് മോട്ടിവേഷൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് നമ്മൾ ഇൻസ്പയർഡ് ആകും, പക്ഷേ അതുപോലെ തന്നെ അത് ഇല്ലാതാകുകയും ചെയ്യും. പക്ഷേ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസിപ്ലിൻ അല്പം കൂടെ ഒരു ബെറ്ററായിട്ടുള്ള ഒരു കണ്ടീഷനും, ഒരു വ്യക്തി മോട്ടിവേറ്റ് ആകുന്നതിനേക്കാളും നല്ലത് മോട്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെയും ആ വ്യക്തിക്ക് ഈ നെസസറി ഡിസിപ്ലിൻസ് ഉണ്ടെങ്കിൽ ആ വ്യക്തി ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ജേർണി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡിസിപ്ലിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഡിസിപ്ലിൻ്റെ ഗുണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഡിസിപ്ലിൻഡ് ആണെങ്കിൽ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് സ്ട്രോങ് ഹാബിറ്റ്സ് ഉണ്ടായിരിക്കാം, സ്ട്രോങ് റുട്ടീൻസ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഹീസ് ഓർ ഷീസ് കമ്മിറ്റഡ്, വളരെ കമ്മിറ്റഡ് ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി വളരെ കമ്മിറ്റഡ് ആയിരിക്കും. എന്തു തന്നെ സംഭവിച്ചാലും ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറത്തില്ല, ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പിന്മാറത്തില്ല. അതുപോലെ തന്നെ വളരെ കമ്മിറ്റഡ് ആയിരിക്കും. പിന്നെന്താണ് ഡിസിപ്ലിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേസമയം നമ്മൾ മോട്ടിവേറ്റഡ് ആണെങ്കിൽ നമ്മൾ വളരെ ഇമോഷണൽ ബേസ് ആയിരിക്കും. ഇന്ന് എനിക്ക് പോകാൻ വയ്യ, അത്ര നല്ല സുഖമില്ല, നാളെ ആയിട്ട്, ഇതൊക്കെയായിരിക്കും നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമല്ല. പക്ഷേ ഡിസിപ്ലിൻഡ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അവസ്ഥ ആയിക്കഴിഞ്ഞാലും ശരി, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, ഇപ്പോൾ ഒരാൾ ഒരു ഓതറാകാൻ തീരുമാനിച്ചു. അപ്പം ഓതറാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷനിൽ ഇന്ന് കുറച്ച് എഴുതി, പിന്നെ കുറച്ച് നാളത്തേക്ക് നമ്മൾ എഴുതാതെ മാറ്റി വെച്ചു. പക്ഷേ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു വ്യക്തി എന്തിനു സംഭവിച്ചു കഴിഞ്ഞാലും കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്, എന്തിനു സംഭവിച്ചാലും ഞാൻ ദിവസവും 10 മിനിറ്റ്, അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് എഴുതി തീർക്കും
എന്നുള്ളൊരു സ്ട്രോങ് ഹാബിറ്റ്, സ്ട്രോങ് റുട്ടീന്, സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, ഇതെല്ലാം ഒരു റുട്ടീൻ നമ്മുടെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ക്വാളിറ്റീസാണ്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാകും, പ്രാക്ടീസിങ് സെൽഫ് കൺട്രോൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും എല്ലാ വ്യക്തികൾക്കും. എന്നുവെച്ചാൽ നമ്മുടെ ശ്രദ്ധകൾ തിരിക്കുന്ന ഒത്തിരി ഡിസ്റ്റർബൻസസ് നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ജീവിക്കുന്ന ഒരു ഇക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ പരിസ്ഥിതിയിലൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് അല്ലെങ്കിൽ അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാനുള്ളൊരു കഴിവ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്കുണ്ടാകും. പക്ഷേ മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒന്നും കാണത്തില്ല. പെട്ടെന്നുണ്ടാകുന്നൊരു സ്പാർക്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആരംഭിക്കും. പക്ഷേ അത് തുടർച്ചയായിട്ട് അതിനകത്തുള്ളൊരു കോൺസിസ്റ്റൻസി, എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കണ്ടിന്യൂവേഷൻ, കോൺസിസ്റ്റൻസി അല്ലെങ്കിൽ റെഗുലാരിറ്റി ഒന്നും മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ആൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഈ രണ്ട് പൊളാരിറ്റീസ് നമുക്ക് പറയാം, ധ്രുവങ്ങൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും സജസ്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അഡ്വൈസബിളായിട്ടുള്ളൊരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസിപ്ലിൻഡ് ആകുക അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് മാത്രമേ തീർച്ചയായിട്ടും, അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് ഒന്നും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഷോർട്ട് കട്ട്സ് ഒന്നും നമ്മൾ ആശ്രയിക്കത്തില്ല. എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് വേണം എന്നുള്ളൊരു ഇതിലായിരിക്കത്തില്ല ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ഓർ ഷീസ് റെഡി ടു വെയിറ്റ് ഫോർ സോ മെനി ഇയേഴ്സ് ഡൂയിങ് അതായത് നെസസറി ആക്ടിവിറ്റീസ്, ലക്ഷ്യത്തിലേക്കുള്ള വേണ്ട പ്രവൃത്തികൾ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രാജുവലായിട്ട് ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ നമ്മളെ കഴിവുള്ളതാക്കുന്നതാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നും നാളെ അല്ലെങ്കിൽ വളരെ ഷോർട്ട് ടൈമിൽ നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ലെങ്കിൽ നമ്മൾ ഡിസ്കറേജ്ഡ് ആവുകയും നമ്മൾ അതിനകത്തിൽ നിന്ന് പിന്മാറുകയൊക്കെ ചെയ്യും. വി ഗിവ് അപ്പ്, നമ്മളത് ടോട്ടലി അബാൻഡൻ ചെയ്യും, ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോകും. മോട്ടിവേഷൻ്റെ ഒരു പ്രശ്നമാണ്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ഹീ സ്റ്റിക്സ് ടു ഈസ് ഗോൾ അല്ലെങ്കിൽ ഷീ സ്റ്റിക്സ് ടു, ആ ലക്ഷ്യം നേടിയെടുത്തതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഡിസിപ്ലിനാണ് നമുക്ക് എപ്പോഴും അഡ്വൈസബിളായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വാളിറ്റി. അപ്പോൾ അതൊരു വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അല്പം ശ്രമകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. കാരണം എല്ലാ വ്യക്തികളും ഡിസിപ്ലിൻഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. എല്ലാ വ്യക്തികൾക്കും ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്. പക്ഷേ ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിസിപ്ലിൻ ആയിരിക്കില്ല. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്താണോ ജീവിതത്തിൽ പിന്തുടർന്ന് പോകുന്നത് അത് തന്നെയാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ഡിസിപ്ലിൻ നമ്മൾ എവിടെ ഉദ്ദേശിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റുട്ടീൻസ്, ഹാബിറ്റ്സ്, നമ്മളുടെ ക്യാരക്ടർ, ബിഹേവിയർ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പം അത് ഒരിക്കലും ഷോർട്ട് കട്ട് തിരക്കി പോകത്തില്ല. അത് തീർച്ചയായിട്ടും വളരെ ജനുവനായിട്ടുള്ള നമ്മളുടെ സത്യസന്ധമായിട്ടുള്ള നേരായ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച് മുമ്പോട്ട് പോവുക. ക്വാളിറ്റി ആയിരിക്കും അതിൻ്റെ ഓറിയൻറ്റേഷൻ, എപ്പോഴും ക്വാളിറ്റി ആയിരിക്കും അത് മുന്നിൽ നിർത്തിക്കൊണ്ട്. ഡിസിപ്ലിൻഡ് വ്യക്തി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കും. പറഞ്ഞില്ല, ക്വാളിറ്റി നമുക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ലൈഫിൽ സെൽഫ് ഡിസിപ്ലിൻ ഇല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞതിൽ. സെൽഫ് ഡിസിപ്ലിൻ ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ ക്വാളിറ്റി ലൈഫും മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനോ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ലൈഫ് ഉണ്ടാക്കിയെടുക്കുന്നൊരു വ്യക്തിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ട്രൈറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റിയാണ് നമ്മുടെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മളെ സെൽഫായിട്ട് ഡിസിപ്ലിൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിനൊത്തിരി വില കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് നമ്മുടെ കംഫർട്ട്സും ചീപ്പായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സും അല്ലെങ്കിൽ മീഡിയോക്കറായിട്ടുള്ള വില കുറഞ്ഞ രീതിയിലുള്ള ജീവിത ക്രമങ്ങളുമൊക്കെ നമുക്ക് സാക്രിഫൈസ് ചെയ്ത് ഒരു ബെറ്ററായിട്ടുള്ള വഴി ചൂസ് ചെയ്ത് നമുക്ക് കോൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ഹാബിറ്റ്സുകൾ നർച്ചർ ചെയ്ത് അല്ലെങ്കിൽ നല്ല റുട്ടീൻസ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് മാത്രമേ നമുക്ക് ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു വ്യക്തിയായി മാറാൻ സാധിക്കത്തുള്ളൂ. അത് മോട്ടിവേഷനേക്കാളും വളരെ പവർഫുള്ളാണ്. കാരണം അത് ഒരു ലോങ് ടേം വിഷനാണ് അതിന് ശരിക്കുള്ളത്. മോട്ടിവേഷനെ സംബന്ധിച്ച് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്നൊരു സ്പാർക്കാണ്. അതുപോലെ തന്നെ കെട്ടടങ്ങുകയും ചെയ്യും. അപ്പം മോട്ടിവേഷൻ നമുക്ക് തീർച്ചയായിട്ടും റിലേ ചെയ്യാനോ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാനോ സാധിക്കത്തില്ല. പക്ഷേ ഡിസിപ്ലിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കും. അത് ലോങ് ടൈം ആണ്, അത് കോൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടെസ്റ്റഡ് ആയിരിക്കും. കാരണം നമ്മൾ വളരെ പേഷ്യൻ്റായിട്ട് കാത്തിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള റിസൾട്ടുകൾ, ഔട്ട്പുട്ടുകൾ നമുക്കത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ലഭിക്കും. അല്ലെങ്കിൽ
ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ളതിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നമ്മൾ മോട്ടിവേഷനെ നമ്മൾ പാടെ അവഗണിക്കുകയല്ല, നമുക്ക് മോട്ടിവേറ്റഡ് ആകണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങി എത്തുവാൻ വേണ്ടിയുള്ള ഡിസിപ്ലിൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.